ഇതൊരു കുഞ്ഞാണ് കേട്ടോ, ഒരു ബേബിയാണ്. എന്തായാലും ഇവരുടെ സന്തോഷം കണ്ടോ, ഭയങ്കരമാണ്. ഞാൻ ബേബിക്ക ദീപേഷ്. അച്ഛാ, നേപ്പാളിലെ ഒരു കാട്ടിനുള്ളിൽ കണ്ടതാണ്. ഇവിടെ വില്ലേജിലെ ആൾക്കാർ പൈപ്പ് വെച്ചിട്ടുണ്ട് എത്രയോ ദൂരത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഡൈലേക്ക് ജില്ലയിൽ വരുന്ന ദുംഗേശ്വർ എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്. അതിലെ കാട് ഷോർട്ട് കട്ട് വഴി കയറിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇവിടുന്ന് മുന്നോട്ട് നടന്ന് പോകുന്നതിനുള്ളിലുള്ള എല്ലാ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക. മാക്സിമം എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാരണം കുറേ സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ നടന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര ഓരോന്നായി മെല്ലനെ കണ്ടുകൊണ്ട് പോവാം. 8 കിലോമീറ്റർ ഈ കാണുന്ന റോഡിലൂടെ നടന്ന് വന്നിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണണോ? തൊട്ട് ബാക്കിൽ വലിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം എനിക്ക് ഇവിടെ നിന്നിട്ട് അപ്പുറത്തെ മലയിലൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്ന വഴി കൂടി നിങ്ങൾ കണ്ടോ. ഇടയ്ക്ക് വണ്ടി പോയാലായി, അല്ലാത്ത വശം ഗ്രാമങ്ങളൊക്കെ ഒരു ബോർഡ് ചെറിയ കുറ്റി ഉണ്ടാവില്ല ഈ കാണുന്നത്, അതിൽ എഴുതിയിട്ടുണ്ടാവും 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ഗ്രാമങ്ങളുണ്ടെന്ന്. അങ്ങനെ കാണാൻ പറ്റും. താഴേക്ക് നോക്കിയേ വലിയ ഒരു പർവ്വതം, ആ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ ഗ്രാമങ്ങൾ. സെൻറ്ററിലൂടെ കർണാലി നദി ഒഴുകി പോകുന്നുണ്ട്. ക്യാമറ കണ്ണുകളിൽ നിങ്ങൾക്കത് കാണില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ക്യാമറയാണല്ലോ. എനിവേ ഈ ഒരു മൗണ്ടെയിൻസും അവിടുത്തെ ഗ്രാമങ്ങളും നോക്കിയേ സമ്മതിച്ചിരിക്കുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നൊരു ജനത. ഞാനിപ്പോൾ നടന്നു പോകുന്ന റോഡിൻ്റെ അവസ്ഥ കണ്ടോ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അതായത് വലിയൊരു ലാൻഡ് സ്ലൈഡ് വന്നു പോയ സ്ഥലത്താണ് ഞാനുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അയ്യോ, അത് മാത്രമല്ല ലഗേജ് ഉണ്ടല്ലോ, ലഗേജ് പോട്ടെ, നമ്മളെ യാത്രേൻ്റെ ഒരു രീതിയാണല്ലോ. എല്ലാ സാധനങ്ങളും കരുതി പോകണം. ഏത് നിമിഷമാണ് നമുക്ക് റൂമൊന്നും കിട്ടാത്തത്. റൂം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി മൊത്തം പോകുന്ന സ്ഥലമാണ്. കാരണം നമ്മൾ സഞ്ചാരികൾ വന്നാൽ ഇവർ ആദ്യം കണക്കൂടുന്നൊരു കാര്യം എന്താ വിചാരിച്ചാൽ നമ്മളെ കയ്യിലെ പൈസ, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഉൾഗ്രാമങ്ങളിലൊക്കെ നല്ലതുപോലെ ദാരിദ്ര്യമുണ്ട്. ചില ആൾക്കാർ ചോദിക്കും നല്ല പൈസ കൊണ്ട് യാത്ര ചെയ്തുകൂടെ. അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഉള്ളത് വെച്ച് ഭക്ഷണത്തിനുള്ള ചിലവ് കണ്ട് മാത്രം യാത്ര ചെയ്യുന്നത്. നടന്ന് റിസ്ക് ആണ് അറിയാം. അതിനിടയിൽ രോഗമൊക്കെ വരും. എൻ്റെ കൈയൊക്കെ കണ്ടോ മൊത്തം വീങ്ങിയിട്ടാണുള്ളത്. ബാക്കിൽ വാഹനം വരുന്നുണ്ട്. വാഹനം വരുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡ് മൊത്തം പൊടിയാവും. നിങ്ങൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഞാനിപ്പം പൊടിയിൽ കുളിക്കും മൊത്തം ലൈവായിട്ട്. നിങ്ങൾ കണ്ടോ, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് തന്നെയാണ്. ഇത് കണ്ടോ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. വണ്ടീൻ്റെ അടി മൊത്തം തട്ടുവാണ്. അതിൻ്റെ സൈലൻസറൊക്കെ വെച്ച് അടിക്കുകയും നിലത്ത്. എന്തല്ലേ ഡേഞ്ചർ. ഈ ഒരു സംഭവം വളരെ ഡേഞ്ചർ. ഞാൻ എൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പൊടിപടലം. കാരണം ഒന്ന് പറഞ്ഞാൽ കിതച്ചാണ് നടക്കുന്നത്, അതിൻ്റെ കൂടെ ഈ പൊടിയും കൂടി വായിലേക്ക് കയറുമ്പോൾ എന്താ പറയുക. പിന്നെ സന്തോഷമുള്ള കാര്യം, താഴോടെ പോകുന്ന സുന്ദരമായ നദിയാണ് കർണാലി നദി, ഇല്ലെങ്കിൽ ഗാഗ്ര നദി എന്ന് പറയാം. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഇതൊക്കെ മണ്ണിടിഞ്ഞ് പോയതാണ്. എന്ത് ചെയ്യേണ്ടല്ലേ, മലയോര സ്ഥലങ്ങളാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം. രാവിലെ തുടങ്ങിയ എൻ്റെ നടത്താണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമയം ഇപ്പോൾ 2 മണിയായി. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇതേപോലെ അപൂർവം കിട്ടിയാൽ മാത്രമാണ്. അങ്ങനെ കുടിവെള്ളം കിട്ടി. സ്ഥലം കണ്ടോ, ഇതൊരു പാലാണ്. മുകൾ മൊത്തം മൗണ്ടെയിൻസ് ആണ്. ഇങ്ങനെ കയറി പോവാണ്. ഇതുവരെയായി ഒരു കടകളോ ഒന്നും കാണുന്നില്ല. ചെറിയ വീടും ഗ്രാമം മാത്രമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഒന്നും കിട്ടൂല. ഭക്ഷണമായാലും പൈസ കൊടുത്ത് വാങ്ങാൻ വിചാരിച്ചപ്പോൾ നമുക്ക് കിട്ടില്ല, കാരണം അവർ തരില്ല. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ പോവർട്ടി നേരിടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഭാഷേൻ്റെ പ്രശ്നം. ചിലവർ എന്തെങ്കിലും തന്നാലേ അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും നടന്നു കേട്ടോ. സമയം രാവിലെ 8:30 തുടങ്ങി, ഇപ്പോൾ 2:30 ഞാൻ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു എൻ്റെ കഴിച്ചുള്ളത്. പക്ഷേ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ വിചാരിച്ചാൽ, ഞാൻ പച്ചക്കറി വാങ്ങിയിരിക്കുന്നത് സ്റ്റോക്കാക്കാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു മുകളിലെത്തി ഏതെങ്കിലും ഗ്രാമത്തിൽ നല്ല പച്ചക്കറി കിട്ടുമെന്ന് ചോദിച്ചാൽ വന്നതാണ്. പക്ഷേ ഒന്നുമില്ല, പെട്ട അവസ്ഥയാണ്. സാറില്ല, എന്നാലും യാത്ര ഇങ്ങനെ പോകുന്നുണ്ട്. കുടിവെള്ളം കണ്ടോ, വെള്ളം നല്ലപോലെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. അയ്യോ ഇതേപോലെ കേട്ടോ, ഫ്രഷ് വെള്ളം കാണിച്ചാൽ. ഫ്രഷ് തണുത്ത വെള്ളമാണ്. പൊടിയൊന്നുമില്ല. എന്തായാലും സംഭവം ഇത് അടിപൊളി കേട്ടോ. വെള്ളം കിട്ടിയെന്നൊരു വലിയ കാര്യം. സമയം ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു. 6:30 ആയിട്ടും ചെറിയൊരു വെളിച്ചമുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈഫ് കാണുന്നത്. ഞാൻ പലതരം ഗ്രാമങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് ഒരു മലയുടെ താഴ്വാരത്തിൽ കറണ്ട് കണക്ഷൻ ഇല്ല, സോളാർ ലൈറ്റ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഈ ഗ്രാമം. ഇത് ഇവിടുത്തെ കുറച്ച് ഹായ് പോലിയേ, ഇത് കുറച്ച് പാവ മക്കളാണ് കേട്ടോ. ഇവിടെ ഒരു അങ്കിളുണ്ട്. ഇവര് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതായത് കോൺസ നഗരപാലിക चामुंडा ओके गाँव का नाम क्या है दौसर
ഡൈലേക്ക് അച്ഛാ ഈ കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടാ ഗുഡ്. ഇതാണ് ഇതാണ് എന്താണ് ചെറിയൊരു എന്താണ് വീടും കടയും എല്ലാമാണ്. ഹായ് ഓക്കെ. ഇതൊരു കുഞ്ഞാണ് കേട്ടോ, ഒരു ബേബിയാണ്. എന്തായാലും ഇവരുടെ സന്തോഷം കണ്ടോ, ഭയങ്കരമാണ്. നാം ക്യാ ഹൈ ബേബി കാ? ദീപേഷ്. അച്ഛാ ഇതൊക്കെ ഈ ഒരു എന്താണ് ചെറിയൊരു ബജാറാണെന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെന്താണ് ചെറിയ ആൾക്കാർ എന്താണ് ടൂറിസ്റ്റ് വന്നാലും വില്ലേജിലെ ആൾക്കാർ വന്നാലും ഇവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. केरला में भारत नहीं बॉम्बे अलग है, केरला अलग है. बॉम्बे तो नहीं केरला स्टेट है. बॉम्बे तो केरला में 1000 किलोमीटर है. 2000 किलोमीटर है. नहीं बॉम्बे तो केरला 500 1000 किलोमीटर है, बहुत दूर है. कौन से खानदान से हो? मेरा मालूम नहीं है भाषा आपका. कौन सा खानदान से हो तुम? हिंदू मुस्लिम? मेरा हिंदू. ഇത് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞല്ലോ നേപ്പാൾ എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചർ കൂടുതലൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരനോട് ജാതി ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല പറയുക, പക്ഷേ ഇത് ഒറ്റപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്. നോർമൽ എന്നോട് ആരെങ്കിലും ഏതാണ് ജാതി ചോദിച്ചാൽ ഞാൻ മനുഷ്യനാണെന്നാണ് പറയുക. പക്ഷേ പുള്ളിക്കാരൻ എന്താണ് ഏതാ ജാതി ചോദിക്കുന്നത്. കാരണം നേപ്പാളിൽ കൂടുതൽ 80% ആൾക്കാർ എന്താണ് ഹിന്ദുവാണ്, പ്രോപ്പർ ഹിന്ദുവാണ്. പുള്ളിക്കാരൻ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ അറിയാൻ വേണ്ടിയാണ്. സാധാരണ ഞാൻ എന്താണ് ഒരു മനുഷ്യനാണെന്നാണ് പറയുക. ചിലർക്ക് എന്താണ് മുസ്ലിങ്ങളെ പേര് കേട്ടാലോ അല്ലെങ്കിൽ ഇവർ ഏത് കാസ്റ്റാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കാസ്റ്റ് കേട്ടാൽ ഇവർക്ക് ചെറിയൊരു ദേഷ്യം പോലെ വരും. കാരണം ഞാൻ നടന്നു വരുന്നൊരു വ്യക്തിയാണ്. അപ്പം ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ മുസൽമാനായേക്കാം, ചില സമയങ്ങളിൽ ക്രിസ്ത്യാനി ആയേക്കാം, ചില സമയങ്ങളിൽ ഹിന്ദു ആയേക്കാം. അതൊക്കെ യാത്രയുടെ ഒരു ഭാഗമാണ് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇപ്പോഴും എന്താണ് ജാതി മതം ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന മനുഷ്യരുണ്ടെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പുള്ളിക്കാരൻ ചോദ്യം കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലെ ചെറിയ കടയാണ്. ഞാനിന്ന് താമസിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കട ഉണ്ട്. ഈ കട അടക്കുമ്പം ആ കടേൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഉറങ്ങാനാണ് എൻ്റെ പ്ലാനിങ്. ബാഗൊക്കെ ആ ഒരു കടേൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് താമസിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവരെ കൂടെ താമസിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, നല്ല പൈസ കൊടുക്കണം. അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വന്ന് ഇവർ ആദ്യം കരുതുന്നത് കോടീശ്വരന്മാരാണെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പം തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ അടുത്ത് കൂടി. കാരണം ഇവരിങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നത് അപൂർവമാണ്. ഇത് കണ്ടോ, ഈ ഒരു കട കണ്ടോ, ഈ ഒരു കടേൻ്റെ ഫ്രണ്ടിലാണ് ഞാനിന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇവരുടെ അടുത്ത് എന്താണ് ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് താമസിക്കുന്ന എത്ര 2000 രൂപ 3000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് പാവപ്പെട്ട സ്ഥലമാണ്. എന്നാലും സാറില്ല, ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ജാതി ചോദിച്ചപ്പം ഹിന്ദു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോയാൽ വേറെ പേര് പറയേണ്ടി വരും. അതൊക്കെ നോർമലാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് മാറുന്ന ഒരു സമയം, അങ്ങനെ ഞാൻ കണക്ക് കൂട്ടാറുള്ളൂ. പാലിക്കാട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ്. അത് കണ്ടോ, ഒരു 5 വീട് കാണുന്നുണ്ട് ദൂരെ, 5-6 വീട് കാണുന്നുണ്ട്. ആൾ താമസം ഉണ്ട്. കാരണം അതാണല്ലോ അവിടെ അവരെ കൃഷിയിടം കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. താഴിലൂടെ കർണാലി നദി ഒഴുകി പോകുന്നത് കൂടി നിങ്ങൾക്ക് കാണാം. കർണാലി നദീൻ്റെ കളറ് കണ്ടോ, എന്താണല്ലേ, കടും നീലയും ചെറിയൊരു പച്ച കലർന്ന കളറാണ് കർണാലി നദിക്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമാണ്. ഞാൻ റോഡിൻ്റെ മുകളിലാണ് ഉള്ളത്. റോഡ് എല്ലായിടത്തും ഇല്ല, ചിലയിടങ്ങളിൽ എത്തുമ്പോൾ റോഡൊന്നുമില്ല, പൊടി മണ്ണ് മാത്രമാണ്. ഇവിടെ എത്തുമ്പോൾ റോഡ് കാണുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, കറണ്ട് കണക്ഷൻ ഇല്ല ഗ്രാമങ്ങളിൽ, സോളാറാണ്. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല. ഇതെന്തോ വൈഫൈ കണക്ഷൻ്റെ കേബിളോ ഇല്ലെങ്കിൽ സോളാറിൻ്റെ ഒക്കെ ബാറ്ററി ഉണ്ടല്ലോ അതിന് പോകുന്ന കണക്ഷനെ തോന്നി. ഈ വയറൊക്കെ വേറെ ഒരു കണക്ഷനും ഇല്ല, കറണ്ട് കണക്ഷൻ പോലും ഇല്ല. എൻ്റെ എല്ലാം ചാർജ് ഓഫായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ദിവസത്തിലെ വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു പാർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ വീഡിയോ എടുത്ത് ജോയിൻ ചെയ്താണ് ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെ. പിന്നെ എക്സ്പെൻസീവാണ്, സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ആൾക്കാർ സാധാരണമില്ല, മുകളിലെത്തുമ്പം പറ്റിക്കാനാണ് നോക്കുന്നത് ജനങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ അവരുടെ പോവർട്ടീൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഇല്ലെങ്കിൽ ടൂറിസ്റ്റ് വരുമ്പോൾ മാക്സിമം മുതലാക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഇത് നോക്കിയേ, നല്ലൊരു വെള്ളച്ചാട്ടമാണ്. മലമുകളിൽ നിന്ന് വരുന്നൊരു അടിപൊളി വെള്ളച്ചാട്ടം. എന്ത് തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, പൈപ്പ് കണ്ടോ, വില്ലേജിലെ ആൾക്കാർ കുടിവെള്ളം കിലോമീറ്റർ ദൂരത്തേക്ക് എത്തിക്കുന്ന ഒരു പൈപ്പാണ്, ചെറിയ പൈപ്പ്. പക്ഷെ എന്താ നോക്കിയേ, ഓ മാൻ, ഈർപ്പം ഓരോ തുള്ളികളാട്ടോ, ഓരോ മല ഇടുക്കുകളിൽ നിന്ന് വെള്ളം വരുവാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു എന്താണ് ഒരു നിഗൂഢതയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയ നോക്കിയേ. ഇത് കണ്ടോ, എൻ്റെ അടിപൊളിയായിരിക്കുന്നു, അടിപൊളി. എന്താ വിശേഷിപ്പിക്കുക, പൊളിയായിരിക്കും. നോക്കിയേ, അമ്പോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ വന്ന വഴി. അവിടെ ദൂരെ കണ്ടോ
ഒരു ഫ്രെയിം നോക്കിയേ, ദൂരെ ഒരു കുഞ്ഞു കട. ഞാൻ എൻ്റെ യാത്രയിൽ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. കാരണം ഇതേപോലെയുള്ള കുഞ്ഞു തട്ടുകട. ഇതിൻ്റെ ഗുണം എന്തറിയോ? കാരണം ഗ്രാമങ്ങളിൽ പോയി വലിയൊരു കടയിൽ ഇരുന്നാൽ അവർ നമ്മളെ മുതലാക്കാൻ മാത്രമേ നോക്കൂ. പക്ഷേ ഈ ഒരു വിഷ്വലിൽ കാണുന്ന ഒരു കട എൻ്റെ സ്വപ്നമാണ്. അതിന് മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചെറുത്. അടുത്തെത്തിയിട്ട് ഞാൻ അത് കൂടുതൽ കാണിച്ചു തരാം. കാരണം ഇങ്ങനെയുള്ള കടകളിൽ പോയാൽ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ അത് കുടിച്ച് അവരോട് വർത്തമാനം പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോയാലില്ലേ, ആ ഒരു സന്തോഷം ഇന്ന് നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. നിങ്ങൾ കാണാം, മുകളിലൊരു വലിയ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം. അവിടെ നിന്ന് ഒരു കുടിവെള്ളം എടുക്കുന്നുണ്ട്. ഈ സൈഡിലും കണ്ടോ, അവിടെയൊക്കെ എന്താണ് മലമുകളിൽ നിന്ന് വരുന്ന കുടിവെള്ളമാണ്. ഇതൊക്കെയാണ് ഗ്രാമത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ലോറി കണ്ടോ, നേച്ചറായിട്ട് എന്താണ് വാട്ടർ വാഷൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. പഹാടി വാട്ടർ എന്ന് പറയും. കണ്ടോ എത്ര പവറിലാണ് വെള്ളം വരുന്നത് നോക്കിയേ. ഇതൊക്കെ ഗ്രാമത്തിൻ്റെ തനതായ കാര്യങ്ങളാണ്. ഈ താഴെ കാണുന്ന ഹാൻസിൻ്റെ പാക്കറ്റും തമ്പാക്കിൻ്റെ പാക്കറ്റും ഒക്കെ ഇതിലൂടെ ബസ്സിൽ പോകുന്ന ആൾക്കാർ ചവച്ചരച്ചിട്ട് തുപ്പിയിട്ട് പോകുന്നതാണ്. അതൊക്കെ ഒരു മോശമായി തോന്നി എനിക്ക്. ഈ റോഡ് സൈഡിലൊക്കെ തമ്പാക്കിൻ്റെ ഹാൻസിൻ്റെ ഒക്കെ പാക്കറ്റ്. ഇത് കണ്ടോ, ആട് മലേൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് പുല്ല് കഴിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. ഭയ്യ ഏക് ചിയ എന്തായാലും ചായ അവിടെയുണ്ട്. സംഭവം നോക്കിയാൽ എന്ത് ഒരു വിഷ്വൽ ഭംഗിയാണ് നോക്കിയാൽ. മുകളിൽ നിന്നുണ്ട് ചെറിയൊരു വെള്ളം, ഒരു ചാട്ടം പോലെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ആൾക്കാരൊക്കെ എന്താണ് എന്നെ കൗതുകത്തോടെയാണ് നോക്കുന്നത്. തണുപ്പായതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെന്താണ് തീയിട്ട് കായുന്നത്. ആട് വരെ എന്താണ് ചൂട് കായാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഇതൊരു ചെറിയൊരു കടയാണ്. ഒരു കുഞ്ഞ് നോക്കിയ കടേൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഹായ്, ആ കുഞ്ഞിൻ്റെ മുകളിൽ വേറെ ചെറിയ കുഞ്ഞിനെ എടുത്തിട്ടാട്ടോ നിൽക്കുന്നത്. എന്തായാലും ചെറിയൊരു കട. ഇവിടെ കണ്ടോ വണ്ടിക്കാർ വാഷ് ചെയ്ത് നോക്കിയാൽ ഫ്രീ ആയിട്ടാണ് കേട്ടോ വാട്ടർ വാഷും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ യാത്രയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലത്തെ ഒരു കുഞ്ഞു കട. സ്വസ്ഥമാണ് കേട്ടോ ഇവിടെ. കർണാലി നദിയുടെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ. അടിപൊളിയായിരിക്കുന്നു. കർണാലി നദി മാത്രമല്ല, ദൂരെ നെൽപ്പാടം കണ്ടോ, കൃഷിയിടം. പരന്ന പ്രദേശമൊക്കെ ഇവർ മാക്സിമം എന്താണ് കൃഷി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അടിപൊളി സ്ഥലമാണ് താഴെയൊക്കെ കാണുന്നത്. രാവിലെ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന സുഖമുണ്ടല്ലോ. ആസ്ര ദൈലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ആസ്ര എന്ന് പറഞ്ഞത് ചെറിയൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ വില്ലേജുകാർ തന്നെ ഇട്ടതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം വല്ല പേരൊന്നും ആയിരിക്കില്ല. ഇവർ തന്നെ ഒരു കട തുടങ്ങിയാൽ ആ കടേൻ്റെ ഭാഗത്തൊക്കെ ഇവർ തന്നെ ഒരു പേരിട്ടിട്ട് ആൾക്കാരെ വരുത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ചെറിയൊരു കട. ഇവിടെ ഗ്രാമപ്രദേശമൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആസ്ര ദൈലേക്ക് ജില്ലേൻ്റെ പേരാണ്. ഇവിടെ ലോറിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്കെന്താ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഈ ഒരു മൗണ്ടൻസിൻ്റെ വ്യൂ നോക്കിയാൽ വി ഷേപ്പിൽ വരുന്നൊരു സ്ഥലവും ഈ ഒരു കടയും. എന്തായാലും ഈ ഒരു ആളൊരു ബുദ്ധിമാനും ഒരു ബിസിനസ് മാനുമാണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു കട കണ്ടോ, എവിടെയും ഒറ്റപ്പെട്ട കടകളാണ് അധികം കാണാൻ പറ്റും. ആ സ്ഥലത്ത് ഒറ്റക്കൊരു ബിസിനസ് തുടങ്ങി. ഇതൊക്കെ കടേൻ്റെ ഉൾഭാഗങ്ങളാണ്. ठीक है, नमस्ते। नाम क्या है? प्रेमगुड़ा। आपका किधर है? प्रॉपर नेपाल है, इंडिया है? नेपाल है। ठीक है. ഇതുണ്ട് ഇവിടെ സാധനങ്ങൾ ഇറക്കിയതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്ന് നല്ലതുപോലെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. ഇല്ലെങ്കിൽ കാഠ്മണ്ഡിൽ നിന്നാണ് സാധനങ്ങൾ വരിക. അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് ഭയങ്കര പൈസ ഇവരെടുക്കുന്നത്. നല്ല എക്സ്പെൻസീവാണ് നേപ്പാളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഞാൻ ഈ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. 15 രൂപ മാത്രമാണ് ചായക്കുള്ളത്, നേപ്പാൾ പൈസ. അതുകൊണ്ടാണ് കുടിക്കുന്നത്. ചിലവർ പറ്റിക്കാൻ നോക്കും. ഇതൊക്കെ എന്താ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്, ഇല്ലെങ്കിൽ കാഠ്മണ്ഡു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നല്ല എക്സ്പെൻസീവ്. ചിലത് ഇവിടെ നേപ്പാളിൽ തന്നെ കൃഷി ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാകും. ചില ആൾക്കാർ എന്താണ് സ്വന്തം കൃഷിയിടത്തു നിന്ന് ഉൽപ്പാദിക്കുന്ന സാധനങ്ങളാണ് വിൽക്കുന്നത്. ലോറിയിലൊക്കെ വരുന്നത് വളരെ വളരെ ദൂരം പോകുന്ന സാധനങ്ങളാണ് കേട്ടോ. മുകളിലോട്ട് മലയോര സിറ്റികളിലേക്ക് പോകുന്ന വെജിറ്റബിൾസാണ് ഈ കാണുന്ന മൊത്തം. എന്തായാലും ഈ ആളൊരു ബുദ്ധിമാനാണ് ഈ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് തുടങ്ങിയത്. കൂടെ നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായ വ്യൂ കൂടി കാണിച്ചു തരാം. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഐഡിയയിൽ നിർമ്മിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളെ കർണാലി നദീൻ്റെ ഒരു മനോഹരമായ ഒരു വ്യൂ കൂടി കണ്ടു നോക്കിയേ. എന്തല്ലേ, എന്തായാലും അടിപൊളി ആംബിയൻസിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ചെറിയ മുളയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു കട നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ലൈറ്റ് കണക്ഷൻ ഇല്ല, സോളാറിൻ്റെ ഇതാണ് യൂസ് ചെയ്യുക. ലൈറ്റ് കണക്ഷൻ അലൗഡ് അല്ല ഇങ്ങനെയുള്ള കടകൾക്കൊന്നും. എന്തായാലും സംഭവം അടിപൊളിയായിരിക്കുന്നു. കുടിവെള്ളം എത്തിക്കുന്നത് കണ്ടോ, ഈ ഒരു പൈപ്പ് കണ്ടോ, ഈ ഒരു പൈപ്പിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുന്നത്. പുഴയത്തെ വെള്ളം ഇവർ ഉപയോഗിക്കില്ല. കാരണം പുഴയത്തെ വെള്ളം അത്ര കുടിക്കാൻ നല്ലതല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഗ്രാമത്തിൻ്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടിടുന്നുണ്ടെന്നാണ് പറയുന്നത്. കർണാലി നദിയാണ് ഈ കാണുന്നത്. പിന്നെ കുടിവെള്ളം എത്തിക്കുന്ന സോഴ്സും. എന്തായാലും ഇവരെ ആംബിയൻസ് അടിപൊളിയാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് നഗർപാലിക ദുല്ലുവിലെ പാലി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു അമ്മ എന്താണ് നെല്ല് കൊയ്യുന്നുണ്ട്. ഇത് നമ്മളെ നെൽകൃഷിയാണ്. കൂടാതെ തന്നെ കടുകിൻ്റെ കൃഷിയുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മഞ്ഞ പൂക്കളുണ്ടോ, അത് കടുകാണ്. ഇതാണ് നമ്മളെ അമ്മ ഇവിടുന്ന് എന്താണ് കൊയ്യാണ് കേട്ടോ. എൻ്റെ ലഗേജൊക്കെ നിലത്തിട്ടിട്ടാണ് ഉള്ളത്.
ഏകദേശം ഞാനിപ്പോൾ നടന്ന ദൂരം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററും കഴിഞ്ഞു എൻ്റെ നടത്തം. പക്ഷേ ഇതുവരെ ഒരു സ്റ്റേ റെഡി ആയിട്ടില്ല. ഞാൻ പറയാലോ, എൻ്റെ യാത്രയിൽ കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനധികം പറയാറില്ല എന്ന് മാത്രം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഗ്രാമത്തിൽ കുറേ സ്ഥലങ്ങളിൽ കുറേ ചെറിയ കടകൾ വന്നു ഭക്ഷണം കഴിക്കാൻ കയറിയപ്പം അവരെന്നോട് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഒന്ന് നടന്നു വരുന്നതിന് ക്ഷീണം. അപ്പോൾ സാധാരണ 150 രൂപയൊക്കെയാണ് ഒരു ദാലിനും അതിൻ്റെ കറിക്കും വേണ്ടി, ചോറിനും കറിക്കും വേണ്ടി വരുന്നത്. 100 രൂപ, 150 രൂപ, 90 രൂപ, 700 രൂപയൊക്കെയാണ് പറയുന്നത്. അതിന് മെയിൻ റീസൺ നമ്മുടെ വസ്ത്രം, നമ്മുടെ വേറെ രാജ്യക്കാരൻ, നമ്മുടെ ബാഗൊക്കെ കണ്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കടയിൽ പോയപ്പോൾ അവരമ്മ അങ്ങനെ തന്നെയാണ് വേണ്ട പറയുമ്പോൾ നമ്മളോട് മോശമായിട്ട് ബിഹേവിയർ ചെയ്ത്, അതായത് ഭയങ്കര ദേഷ്യത്തോടെയൊക്കെ. അതും സഹിച്ച് ഞാൻ വീണ്ടും യാത്ര ചെയ്ത്. പക്ഷേ ഈ ഒരു ഗ്രാമം കണ്ടോ, ഈ ഒരു ഗ്രാമം എത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഈ ഒരു അമ്മയാണ് പറഞ്ഞത് എന്നോട് ഈ ഒരു വീഡിയോ നിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു, ഇവരെ വീടും ഇവരെ കൃഷിയുടെ ഒക്കെ. എന്തായാലും ഈ ഒരു ഗ്രാമത്തിലെ അമ്മേനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാരണം നേപ്പാൾ അറിയാലോ ഭയങ്കര എക്സ്പെൻസീവ് രാജ്യമാണ്. ടൂറിസ്റ്റിൻ്റെ അടുത്ത് മാക്സിമം ഒരു മുതലാക്കും. ചില ആൾക്കാർ നല്ലതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, നല്ലതുപോലെ സഹായിക്കും. ചില ആൾക്കാർ നമ്മൾ ബാഗിനുള്ള എന്താണ് അറിയേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത്. എൻ്റെ യാത്രയിൽ അതൊന്നും കാണിക്കാതെ, എൻ്റെ ഹാർഡ് വർക്ക് പോലും കാണിക്കാതെയാണ് ഞാൻ എൻ്റെ ഒരു വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലപോലെ വിഷമമായ ഒരു ദിവസമാണ്. കാരണം ഒരു കട പോലും ഇല്ല. 10 കിലോമീറ്റർ വിട്ടിട്ടാണ് ഒരു ഗ്രാമം വരുന്നത്. ആ ഗ്രാമത്തിലാണ് കടകളൊന്നുമില്ല. അവർ സാധനങ്ങളൊക്കെ സ്റ്റോക്കാക്കി വെക്കും. പിന്നെ ഇതേപോലെ കൃഷി ഉണ്ടോ, ഈ കൃഷിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ നിന്ന് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, അവർ കഴിക്കുന്നത്, വേറെ ആശ്രയിക്കുന്നില്ല. പക്ഷെ നമ്മളെപ്പോലെ അങ്ങനെയല്ലല്ലോ. പക്ഷെ എനിക്കൊരു മണ്ടത്തെന്ന് പറഞ്ഞ സാധനങ്ങൾ ബാഗ് സ്റ്റോക്കാക്കാൻ മറന്നുപോയി. ഇനി ഏത് കാട്ടിലായിരിക്കും എൻ്റെ ഇന്നത്തെ സ്റ്റേ ഒന്നും അറിയില്ല. അതായത് നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. രാവിലെ തുടങ്ങി ഇപ്പം വീണ്ടും വൈകുന്നേരം ആയിരിക്കുവാണ്. കുളിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇത് കണ്ടോ, എല്ലാ സാധനവും ഇവിടെ വെച്ചിട്ടുണ്ട്. ബാഗ് അങ്ങാട് കാട് കണ്ടോ, ആ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊരു മനുഷ്യരില്ല കേട്ടോ. നദി നോക്കിയേ, അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ഭ്രാന്താവേ. ഞാൻ അധിക സമയം ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്താവും. പക്ഷേ ഈ സ്ഥലം എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അയ്യോ, എന്തോ ഞാൻ ഇതിന് വിശേഷിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ തന്നെ ഇതിനെന്തെങ്കിലും ഒരു പേരിടുക, എന്തെങ്കിലും ഒരു അത്ഭുതം എന്ന് പേരിടുക കേട്ടോ. അത്രയും മനോഹരമായിരിക്കുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും പോയിക്കൂടെ കേട്ടോ, നല്ല ആഴാണ്. അത് മാത്രമല്ല വേറെ എന്തെങ്കിലും മുതല പോലത്തെ എന്തെങ്കിലും ഉണ്ടാവുക പോലും നമുക്കറിയില്ല. തണുപ്പ് പ്രദേശത്ത് മുതലുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പറ, ഹെവി കോൾഡാണ് കേട്ടോ വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പറയുക, ഒരു ടിബറ്റ് വേറൊരു ദേശത്ത് നിന്ന്, വേറെ രാജ്യത്ത് നിന്ന് ഉത്ഭവിച്ച് വരുന്ന നദി നേപ്പാളിലൂടെ ഭൂമിയിലെ തഴുകി തഴുകി ഒഴുകി നേപ്പാളിൻ്റെ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ പച്ചയും നീലയും കലർന്ന നദി. പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ലോകത്ത് ധാരാളം മഹാത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് കൂട്ടും കേട്ടോ. നദീൻ്റെ ഈ കളറും, ഈ നദി ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്, മഞ്ഞുരുക്കി വരുന്നത് നദി, ഇതൊന്നും ചെറിയൊരു കാര്യമല്ല കേട്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു കാഴ്ച. എൻ്റെ യാത്രക്കിടയിൽ ഞാനൊരു ദിവസം സ്റ്റേ ചെയ്തത് ഈ കാണുന്ന കടേൻ്റെ കൂടെയാണ്. കാരണം ഈ ഒരു ബയ്യ എനിക്ക് സപ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു കടയും ഈ ഒരു ബയ്യനും പരിചയപ്പെടാം. നിങ്ങൾക്ക് നേപ്പാൾ ഫാമിലിനെ പരിചയപ്പെടാൻ ഭയങ്കര താല്പര്യമല്ലേ. ഇവർ നേപ്പാളാണ്, ഇവർക്ക് മലയാളം ഭാഷ ഒന്നും അറിയില്ല. ഹായ് भैया, नमस्ते, गुड मॉर्निंग. हाय, गुड मॉर्निंग. आपका फैमिली है? ओके, आपका नाम क्या है? दीपेंद्र सिंह. दीदी का नाम क्या है? पिया साही. रिया साही. ഓക്കെ, ഇത് ധനിയ. ടീക്കെ, ഓർഗാനിക്. ഇത് ഇവിടുത്തെ ധനിയാണ് കേട്ടോ. നമ്മളെ മല്ലിച്ചപ്പ് എന്ന് പറയുന്നത് നാട്ടിൽ ആ ഒരു സാധനമാണ്. ഇവിടെ ധാരാളം ഇത് കിട്ടും. ഈ കിത്തനെ एक पीस 10 रुपीस. വില്ലേജ് ഏരിയ 10 रुपीस. ഓക്കെ, ഓർഗാനിക്. ഇത് 10 രൂപ കേട്ടോ. ഈ ഒരു ബണ്ടിലിന് വരുന്നത് 10 രൂപയാണ്. ഈ ക്യാ റായി है? पालक है और भाजी है. राई पालक अलग अलग है. ये कितने है? सेम 10 रुपया. ऑर्गेनिक 10 रुपया. ओके, अच्छे है. आपका दिस मोर देन किसान है दिस एरिया. राई पालक. ओके ओके. हाय बोलिए. आपका कितना साल काम करता है यूएई? 2 साल. एनी केरला फ्रेंड्स? ഓക്കെ, നമ്മളെ മലയാളികൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആട്ടോ എനിക്ക് ഈ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവരെ കടേൻ്റെ ഉള്ളുകൂടി കാണിച്ചത്. നമ്മൾ നേപ്പാളിൽ വന്നാൽ ഈ സോളാർ കണക്ഷന്, ലൈറ്റ് കണക്ഷന്, गवर्नमेंट का लाइट कनेक्शन सपोर्ट नहीं है? बहुत महंगे है गवर्नमेंट लाइट कनेक्शन. ഓക്കെ, അതായത് അധിക സ്ഥലത്തും സോളാറിൻ്റെ കടകളാണ് കാണാൻ സാധിക്കുക. ഇതെന്താ, ഇവർ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്, ഫാമിലിയാണ്. ഇവിടെ ഇവരെ കോഴിയൊക്കെ ഉണ്ട്. നല്ലതുപോലെ ചിക്കൻ കഴിക്കുന്ന ഒരു ജനതയാണ് നേപ്പാളിൽ. ഇതൊക്കെ ലോക്കലാണ് കേട്ടോ, നമ്മളെ ബ്രോയിലർ അല്ല, ലോക്കൽ ചിക്കനാണ്. ഞാൻ ഇവരെ അടുപ്പിൻ്റെ ശൈലിയൊക്കെ കാണിച്ചു തരാം. നമ്മുടെ പഴയ രീതിയിലുള്ള അടുപ്പില്ലേ, ഇതുണ്ടോ, ഇങ്ങനെയാണ് ഈ നേപ്പാളിൽ ഏതെങ്കിലും എല്ലാ കടകളിൽ പോയാൽ ഇതേപോലെ അടുപ്പാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഗുണം എന്ന് വിചാരിച്ചാൽ കുറച്ച് വിറക് വെച്ചാൽ നല്ലതുപോലെ കത്തും. അത് മാത്രമല്ല ചൂട് നല്ലതുപോലെ നിലനിൽക്കും. കണ്ടോ, ഒരു അടിയിൽ ഒരു വിറക് വെച്ചാൽ 3 സംഭവം നമുക്ക് കൂടുതൽ ചൂടാക്കി എടുക്കാം, വേവിച്ചെടുക്കാം. इसका टाइप क्या नाम है इसका टाइप में? चूड़ा. इस टोटली चूड़ा. ठीक है, नेपाल में ज़्यादा है इसका टाइप है. गैस नहीं है? गैस है अंदर. 2 टाइप्स है. ओके, इसका टाइप
ओ तंद तंदूर तंदूर रोटी आता है ना, ओके। उसके अंदर रोटी बनता है। अच्छा, पुराना हो गया ये, वो पुराना है, मतलब कि यूज नहीं अभी किया, चलता नहीं है। यूज नहीं किया। ഓക്കെ, തന്തൂർ റൊട്ടി. हाँ ഇതാണ് കേട്ടോ ഇവരെ, നമുക്ക് വളരെ ഹാപ്പിയാണ് കേട്ടോ നേപ്പാളിൽ വന്നിട്ട് ഇവരുടെ കൂടെ ഒരു മിങ്കിൾ ചെയ്ത് നിൽക്കാൻ കഴിയുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നൊരു കേരളക്കാരനായതുകൊണ്ടാണ്. ഇവരുടെ കൂടെ ഗ്യാസ് അടുപ്പുണ്ട് കേട്ടോ, 2 ഗ്യാസ് അടുപ്പുണ്ട്. പിന്നെ അധിക സ്ഥലങ്ങളിൽ ഇങ്ങനെ കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഇസ്കാ പ്ലേറ്റ് മേ ക്യാ നാം ഹൈ? कितली, कितली नेपाल में पहाड़ी ठंडा एरिया में ज़्यादा कितली. अच्छा, आपका अच्छा फैमिली है. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഡ്രസ്സ് കൂടി ഇവിടെ അലക്കിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇന്നലെയാണ് ഞാനിവിടെ എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടത്. ഇന്നലെയാണ് ഞാനിവിടെ വന്നത്, അപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി, അതാണ് വീഡിയോ ചെയ്യാത്തത്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇവിടെ ഒരു പട്ടിക്കൂട്ടം കൂടി ഉണ്ട്, ഇവരെ പട്ടിയാണ്. ഹായ് ഹൈ ഹൈ ഹൈ. ഒരു ചെറിയ പട്ടിക്കൂട്ടം ഉണ്ട് കേട്ടോ, ആള് അടിപൊളിയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വളരെ ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ വരെ പറ്റുന്നൊരു ഭാഗ്യമാണ്. കാരണം ഞാനൊരു എക്സ്പെൻസീവ് യാത്ര ചെയ്യുന്ന ആളാണ്, ഒരു ബഡ്ജറ്റ് യാത്ര ചെയ്യുന്ന ആളാണ്. നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ ഇതേപോലെ കടകളിലൊക്കെ കയറി നിൽക്കാൻ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. എൻ്റെ ഡ്രസ്സ് കണ്ടോ, ഞാൻ ഇന്നലെ അലക്കിയിട്ടതാണ്. നദിയിൽ നിന്നാണ് ഞാൻ കുളിച്ചത്. ആ കുളിച്ച വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ലാസ്റ്റ് കുളിച്ച വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സൊക്കെ ഞാനിവിടെ അലക്കിയിട്ടിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ എന്താണ് ക്യാമ്പ് ചെയ്യാനൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ഈ ഒരു ഭാഗത്തുണ്ടോ ത് പക്ഷെ എനിക്ക് താഴെ ഒരു റൂം കിട്ടി, അതാണ് എൻ്റെ ഒരു ഭാഗ്യം. താഴെയാണ് എൻ്റെ റൂം വരുന്നത്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്ത് ഇവർ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ, ചെറിയൊരു ബഡ്ജറ്റിലാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുക. കണ്ടോ നമ്മളെ പലകയും പിന്നെ മുകളിൽ ടിന്നിൻ്റെ ഷീറ്റും, അതായത് സിമെൻറ്റും അങ്ങനെയുള്ള പരിപാടി കൊണ്ട് വളരെ കുറവാണ്. മാക്സിമം ചേടി മണ്ണ് പാറക്കല്ലൊക്കെ കൊണ്ടാണ് ഇവിടെ വീടുകളൊക്കെ കടകളൊക്കെ നിർമ്മിക്കുന്നത്. ഇതാണ് ഇവരെ പട്ടിക്കുട്ടിയാണ് കേട്ടോ കാണുന്നത്, ആളടിപൊളിയാണ്. ഉമർ കിത്തനെ കുത്താമേ? 2 മന്ത്, ഓൺലി 2 മന്ത്, 2 മന്ത്. ഹേയ്, ആളടിപൊളിയാട്ടോ, ഭയങ്കര ചാടും കണ്ടോ, എന്ത് രസമൊക്കെ. അയ്യോ, ആകെ 2 മാസമായിട്ടില്ല കേട്ടോ. ഒരു സൈസ് കണ്ടോ, നല്ല കൂടുതലാണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, നല്ല പട്ടിക്കുട്ടനാണ്. ഇവരെ ടോയ്ലറ്റ് അവിടെയാണ് വരുന്നത്, അത് കണ്ടോ, അതാണ് ടോയ്ലറ്റ് വരിക. ഈ റെൻറ്റ് ടോട്ടലി റെൻറ്റ്? ओ इस एरिया रेंट है, लीज है? ठीक है, कितना साल में लीज? 4 ഇയർ 1 ഇയർ 60,000 നേപ്പാളി, 65,000 രൂപയാണ് കേട്ടോ ഒരു വർഷത്തിന്. അത് എൻ്റെ ഇപ്പോൾ ലാഭമാണ് തോന്നുന്നു കേട്ടോ, നല്ലൊരു ഏരിയ, ഈ ടോട്ടൽ ഏരിയ. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ പൂരാ. ഓക്കെ, ഇറ്റ്സ് ബിൽഡിംഗ് ആപ്കാ? ठीक है, ഞാൻ നിൽക്കുന്ന റൂം കൂടി കാണിച്ചു തരാം. ഇതൊക്കെ എന്താണ് ഒരു ഐഡിയ ആണ് കേട്ടോ, കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ വലിയൊരു റിച്ചായി തീരണം, നമുക്കൊരു പൈസക്കാരനായി തീരണം, അങ്ങനെയൊക്കെ ഒരു സംവിധാനമാണ് കേട്ടോ ഇത്. റൂമൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങനെയാണ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എൻ്റെ റൂം കൂടി ഞാൻ കാണിച്ചു തരാം, ഞാൻ ഒരു ലോക്കാക്കി വെച്ചാണ്. അടിപൊളി സെറ്റപ്പ് കേട്ടോ, പക്ഷേ ലൈറ്റ് കണക്ഷൻ ഇല്ല, സോളാറിൻ്റെ ആണ്. റൂമിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, കണ്ടോളൂ എൻ്റെ താമസിക്കുന്ന സ്ഥലമാണ്. ഇന്നലെ രാത്രി ഒരു വൈകുന്നേരം സമയത്താണ് ഞാനിവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെയാണ് എനിക്കെന്താണ് കാര്യങ്ങളൊക്കെ റെഡിയായി തന്നു, ഹെൽപ്പ് കിട്ടി, വളരെ ഹാപ്പിയാണ് ഞാൻ. പട്ടി ഉണ്ടായിരുന്നു അകത്ത് വന്നിട്ടുണ്ട്, അടി. ആള് ഭയങ്കര കൂട്ടുകാരാണ് കേട്ടോ എൻ്റെ. എന്താ പറയുക, അവളെ ആട്ടിൻകുട്ടീനൊക്കെ പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. ഏയ്, എന്താണ് ഇവൻ തരിയുന്നത്? അകത്ത് പോയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു വ്ളോഗാണ് സുഹൃത്തുക്കളെ. നമ്മളെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്, ഒരു ഹെൽപ്പാണെന്ന് പറയാം. ഇവരെ ഫാമിലിയിൽ വന്ന് നമുക്ക് മിങ്കിൾ ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന വളരെ ഭാഗ്യം കേട്ടോ. അതിൻ്റെ ഒരു റീസൺ കേരളക്കാരോടൊപ്പം യു എയിലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഗുണം കൊണ്ടാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. സത്യപര കേരളക്കാരനായാലും ഞാൻ അഭിമാനിക്കുന്നത് കൂടിയുണ്ട്. എന്തായാലും എൻ്റെ താമസം ഇവിടെയാണ്. എല്ലാവരും കൂടെ നിൽക്കുക, സന്തോഷത്തോടെ നിൽക്കുക, നല്ല നല്ല യാത്രകൾ കൊണ്ടുവരാം. ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.